ക്രൂരയായ വില്ലത്തിയുടെ റോളിലൂടെ മലയാളി സീരിയൽ പ്രേക്ഷകരുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടം നേടിയ നടിയാണ് പ്രതീക്ഷ ജി പ്രദീപ്. കസ്തൂരിമാൻ എന്ന സീരിയലിലെ ശിവാനി എന്ന ഒരൊറ്റ കഥാപാത്രം മതി പ്രതീക്ഷയെ മലയാളി പ്രേക്ഷകർക്ക് തിരിച്ചറിയാൻ. ചെയ്യുന്നത് കാരുണ്യം തൊട്ടുതെറിക്കാത്ത പക്കാ വില്ലത്തി റോൾ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷയെപ്പറ്റി അത്ര നല്ല പ്രതീക്ഷയൊന്നുമല്ല പ്രേക്ഷകർക്കുള്ളത്. എന്നാൽ അഭിനയമൊക്കെ ക്യാമറയ്ക്ക് മുന്നിലാണെന്ന് ചാനൽ പരിപാടിയിലൂടെ പ്രേക്ഷകരുടെ തെറ്റിദ്ധാരണ തിരുത്തിമാറ്റി പറയിപ്പിച്ചവളാണ് പ്രതീക്ഷ. റിമി ടോമി അവതാരികയാകുന്ന 113-ലെ 24-ാം എപ്പിസോഡിൽ അതിഥികളായി എത്തിയത് സീരിയൽ രംഗത്തെ മിന്നും താരങ്ങളായ റെബേക്കയും പ്രതീക്ഷയുമായിരുന്നു. ഭാവി വരനെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ഇരുവരും പരിപാടിയിൽ പങ്കുവച്ചു. റിമിയുടെ ചോദ്യത്തിന് പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നുമില്ലെന്നായിരുന്നു പ്രതീക്ഷയുടെ മറുപടി. എന്നാൽ പ്രതീക്ഷയുടെ സങ്കല്പത്തിലുള്ള വ്യക്തിയെ റെബേക്ക വെളിപ്പെടുത്തി. സിനിമാ താരം ബാലയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് അത്രയും സന്തോഷമെന്നായിരുന്നു റെബേക്ക പറഞ്ഞത്. ഇത് കേട്ടതും റിമി അതിശയിക്കുകയും ദൈവമേ എന്ന് വിളിക്കുകയും ചെയ്തു. പണ്ടു മുതലേ ബാലയുടെ ആരാധികയാണ്. പത്തനംതിട്ടയാണ് എൻ്റെ സ്ഥലം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നിരുന്നു. ഞാനിത് അറിഞ്ഞില്ല. അപ്രതീക്ഷിതമായി എൻ്റെ ഇഷ്ടതാരം അവിടെ നിൽക്കുന്നതാണ് കാണുന്നത്, പ്രതീക്ഷ പറഞ്ഞു. അന്ന് ഒരുപാട് പണിപ്പെട്ട് പ്രതീക്ഷ ബാലയുടെ ഓട്ടോഗ്രാഫ് സ്വന്തമാക്കി. ഇതെല്ലാം വെളിപ്പെടുത്തുമ്പോൾ പ്രതീക്ഷയുടെ കണ്ണുകളിലെ തിളക്കം കണ്ടോ എന്നായിരുന്നു റെബേക്കയുടെ പ്രതികരണം. ബാലയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ തകർന്നുപോയി അല്ലേ എന്നായിരുന്നു റിമിയുടെ അടുത്ത ചോദ്യം. തനിക്ക് ബാലയോട് ആരാധനയായിരുന്നുവെന്ന് പ്രതീക്ഷ മറുപടി നൽകി. പിന്നീട് തകർപ്പൻ കോമഡിയുടെ ഭാഗമായപ്പോൾ ബാലയെ കണ്ണു നിറയെ കണ്ടുവെന്നും താരം വ്യക്തമാക്കി. ഇത്രയും അധികം ആരാധിക്കുന്ന ഒരാളുണ്ടെന്ന് ബാല അറിയുന്നുണ്ടാവില്ല. ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ബാലയെ വിളിച്ചറിയിച്ചിരിക്കുമെന്നും റിമിയും കമന്റ് ചെയ്യുന്നു. റെബേക്കയുടെ സങ്കല്പം എന്താണെന്ന് പ്രതീക്ഷയോടാണ് ചോദിച്ചത്. സങ്കല്പം ഞാൻ പറയണോ എന്ന് ചോദിച്ചപ്പോൾ റെബേക്കയ്ക്ക് ഒരാളുണ്ട് എന്ന് പ്രതീക്ഷ പറഞ്ഞു. പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും അങ്ങനെ ഒരാളുണ്ടെന്ന് റെബേക്ക സമ്മതിക്കുകയും ചെയ്തു. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കുഞ്ഞിക്കൂനലിൽ റെബേക്ക അഭിനയിച്ചത്. അതിനുശേഷം തിരുവമ്പാടി തമ്പാൻ എന്ന ചിത്രത്തിൽ ജയറാമിന്റെ സഹോദരന്റെ മകളായി വേഷമിട്ടു. പിന്നീട് +2 കഴിഞ്ഞാണ് വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തിയത്. മിഡി 2-ലും നീർമാതളം എന്നീ സീരിയലുകൾ ചെയ്തു. ഇപ്പോൾ കസ്തൂരിമാനിലെ പ്രിയപ്പെട്ട കാവ്യയായി യാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.